ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ എക്സാം എഴുതാൻ പറ്റിയില്ല എൻ്റെ കുട്ടിക്ക് എന്നുള്ളൊരു വീഡിയോസ് ഇട്ടായിരുന്നു. അപ്പോൾ ടീച്ചറോട് ഞാൻ ചോദിച്ചപ്പോൾ ഇന്നലെ ഒരു രാത്രി വരെ 43,000 ക്യാഷ് അയച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഈ രാവിലെ ഈ എക്സാമിൻ്റെ ടൈമിൽ എക്സാം എഴുതാൻ പറ്റില്ല, ആ ലിങ്ക് എൻ്റെ കുട്ടിക്ക് അയച്ചു കൊടുക്കുന്നില്ല. അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ അയച്ചു കൊടുക്കില്ല, എല്ലാ കുട്ടികൾക്കും അയച്ചു കൊടുത്തു. അപ്പോൾ ചോദിച്ചപ്പോൾ ഈ 5,000 കൂടി അടയ്ക്കാതെ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 5,000 എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എവിടെ പോയി ഓടി ഉണ്ടാക്കാനാ? അപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു, ഞാൻ സർട്ടിഫിക്കറ്റ് കൈ കിട്ടുന്നതിന് മുന്നേ 5,000 അടിക്കാം മിസ്സേ, ദയവ് ചെയ്ത് അയച്ചു കൊടുക്കണം. എൻ്റെ കുട്ടി ആകെ ടെൻഷനായി കരഞ്ഞ് കുഴക്കായി വീണു. എന്നിട്ടും ഇവർ അയച്ചു കൊടുക്കണില്ല. അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങളാ ഉത്തരവാദി മിസ്സേ എന്ന് പറഞ്ഞപ്പോൾ ഒരു എക്സാമിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ ഞാൻ 5,000 രൂപ ഞാൻ പെട്രോൾ പമ്പിൽ വന്നിട്ട് എൻ്റെ മാനേജറോട് ചോദിച്ചിട്ട് ഞാൻ പിന്നെ അത് അയച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ പിന്നെ അയച്ചു തരാൻ പറഞ്ഞിട്ട് സമ്മതിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ടത് കേട്ടോ, വീഡിയോസ് ഇട്ടത്. അപ്പോൾ ഇപ്പം എൻ്റെ കുട്ടീനെ എക്സാം എഴുതാൻ അയച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ കുട്ടി എത്രയോ പഠിക്കുന്ന കുട്ടിയായിട്ടും എത്ര ടെൻഷൻ അനുഭവിച്ച് എങ്ങനെയൊക്കെയോ ആണ് എൻ്റെ കുട്ടി അറിഞ്ഞോണ്ടോ എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല എൻ്റെ കുട്ടി അത് എഴുതിയത്. പിന്നെ എല്ലാം അറിയുന്ന ഒരു കുട്ടിയെന്ന്, പക്ഷേ ഒരു ടെൻഷൻ കൊണ്ട് അത് എഴുതാൻ തന്നെ കഴിഞ്ഞിട്ടില്ല. പിന്നാന്ന് തോന്നുന്നത് ഏതായാലും മാർക്ക് വരുമ്പോൾ കാണാം. അപ്പോൾ ഓക്കെ ബൈ. ഇനി ഏതൊരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാതെക്കട്ടെ. ഏത് ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആയാലും ഈ കുട്ടികൾക്ക് ഒരു ഇത്തിരി ഫീസിൻ്റെ പുറത്ത് എക്സാം എഴുതാതിരിക്കാനുള്ളൊരു ഇത് ഉണ്ടാവാതെക്കട്ടെ. ഇങ്ങനത്തെ നിയമെങ്കിലും അങ്ങനെ വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ ബൈ.